ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ഇന്നത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് രണ്ട് ചോയ്സസ് ആകാം. അത് നമ്മളുടെ ഇഷ്ടമാണ്. കാരണം എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. നമ്മളുടെ ചോയ്സ് എല്ലാം നമ്മളുടെ അറിഞ്ഞോ അറിയാതെ നമ്മളുടെ ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നതാണ്. ലൈഫിനെ ബാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് കാര്യവും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ട് ബാധിക്കും. രണ്ടിൻ്റെ മിക്സൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒന്നുകിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ഏത് ചോയ്സും. അപ്പോൾ ഇവിടെയും നമ്മൾ എടുക്കാൻ പോകുന്ന ഈ പറഞ്ഞ തീരുമാനങ്ങൾ ഇത് നമ്മുടെ ലൈഫിനെ ഒന്നുകിൽ പോസിറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യും. ഇനി എന്താണ് ഈ ചോയ്സസ് എന്നുള്ളത്? ഒന്ന്, നമുക്ക് നമ്മുടെ ഫോക്കസ് അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ ശ്രദ്ധ, വി ക്യാൻ ഫോക്കസ് ഓൺ അവർ ലൈഫ്. നമ്മുടെ ലൈഫിനെ നമുക്ക് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ വി ക്യാൻ ഫോക്കസ് ഓൺ അതർ പീപ്പിൾ. വി ക്യാൻ ഫോക്കസ് ഓൺ അവർ ലൈഫ് എന്ന് പറയുമ്പം ഇപ്പം നമ്മുടെ ലൈഫിനെ നമുക്ക് മുമ്പോട്ട് ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകുന്ന ആ ഒരു പ്രക്രിയയിൽ നമുക്ക് ഏർപ്പെടാം. മറിച്ച് ഇത് മറന്നിട്ട് നമുക്ക് മറ്റുള്ളവരുടെ ലൈഫിനെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ്, മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റ്സ്, അത് നമ്മളെക്കുറിച്ചുള്ളതാകാം. എന്നുവെച്ചാൽ നമ്മൾ ടോട്ടലി നമ്മളെ ഇഗ്നോർ ചെയ്ത്, നമ്മളെ നെഗ്ലക്റ്റ് ചെയ്ത്, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കൺസേൺഡായിട്ട് മറ്റുള്ളവരെ മാത്രം ശ്രദ്ധിച്ച്, അതാരും ആകാം. എന്നുവെച്ചാൽ നമ്മുടെ പ്രയോറിറ്റീസിനെയും നമ്മുടെ ലൈഫിൻ്റെ ഇമ്പോർട്ടൻസിനെയും നമ്മുടെ ലൈഫിൽ അർജൻറ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെയൊക്കെ തന്നെ നമ്മൾ ടോട്ടലി പോസ്റ്റ്പോൺ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്ത്, നെഗ്ലക്റ്റ് ചെയ്ത്, മറ്റുള്ളവരുടെ ലൈഫിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത്, ഫോക്കസ് ചെയ്ത്, അവരെന്താണ് പറയുന്നത്, അവരെന്താണ് ചെയ്യുന്നത്, നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരിങ്ങനെ വിചാരിക്കുമോ, അവരുടെ അഭിപ്രായം എന്തായിരിക്കും, അതാരുമായിക്കോട്ടെ. നമ്മളൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഔട്ട്സൈഡേഴ്സാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ന് പറയുന്ന വ്യക്തി ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഔട്ട്സൈഡേഴ്സാണ്. അത് നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ള ആൾക്കാർ പോലെ ആയാലും ശരി, ദേ ആർ ഓൾ പീപ്പിൾ. നമ്മൾ എന്ന് പറയുന്ന വ്യക്തി ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ ലോകമാണ്, നമ്മളുടെ സമൂഹമാണ്. അതിപ്പോൾ ഒരു റൂഫിന് താഴെ നമ്മൾ ഫാമിലി, നമ്മൾ കുടുംബം, ഒരു വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും ദേ ആർ ഡിഫറെൻറ്റ് പീപ്പിൾ. അവർ മറ്റ് വ്യക്തികളാണ്. അപ്പോൾ ആ വ്യക്തികളൊക്കെ നമുക്കവരെ നെഗ്ലക്റ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞാലുള്ള ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ശരിക്കുള്ള ഔട്ട്സൈഡേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ ലൈഫിൽ നമ്മൾ ഫുള്ളി കോൺസെൻട്രേറ്റഡ് എന്നല്ല, നമ്മൾ ഫോക്കസായിട്ട് നമ്മുടെ ലൈഫിനെ മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെ നേടുവാൻ നമുക്ക് കഴിയത്തില്ല. അത് ഉറപ്പാണ്. കാരണം നമുക്ക് നമ്മുടെ ലൈഫിനെ ഫോക്കസ് ചെയ്യാൻ സമയമില്ല. കാരണം ടൈമും എനർജിയും നമ്മളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ടൈമും നമ്മളുടെ എനർജിയും മറ്റുള്ളവരുടെ ലൈഫിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഭവങ്ങൾ നമ്മുടെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാനും നമ്മുടെ ഗോൾസ്, നമ്മുടെ ലക്ഷ്യങ്ങളെ നമുക്ക് നേടിയെടുക്കുവാനും നമുക്ക് കഴിയില്ല. കാരണം വി ആർ വേസ്റ്റിംഗ് ടൈം ഫോർ അതേഴ്സ്, അല്ലെങ്കിൽ വി ആർ വേസ്റ്റിംഗ് അവർ എനർജി ഫോർ അതേഴ്സ്. അതവർ അറിഞ്ഞുകൊണ്ടോ അറിയാതെ ആകാം. രണ്ട് കാര്യമുണ്ട്, രണ്ട് രീതിയിലാകാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഡോണ്ട് ഫോക്കസ് ഓൺ അതർ പീപ്പിൾ, ഫോക്കസ് ഓൺ അവർ ലൈഫ്, ഫോക്കസ് ഓൺ അവർ ഗോൾസ്. നമ്മുടെ ലൈഫിനെ ഫോക്കസ് ചെയ്യുക, നമ്മുടെ ഗോൾസിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാരണം നമ്മുടെ സമയവും നമ്മുടെ ഊർജ്ജവും ടൈമും എനർജിയും ഒരുപോലെ പോകത്തുള്ളൂ. ടൈം എവിടെ സ്പെൻഡ് ചെയ്യുന്നു അവിടെ എനർജിയും സ്പെൻഡ് ചെയ്യേണ്ടി വരും. ടൈം എവിടെ വേസ്റ്റ് ചെയ്യപ്പെടുന്നു അവിടെ എനർജിയും വേസ്റ്റ് ചെയ്യപ്പെടും. അല്ലെ മറിച്ചായാലും നമ്മൾ എനർജി എവിടെ സ്പെൻഡ് ചെയ്യുന്നു നമുക്കവിടെ ടൈമും സ്പെൻഡ് ചെയ്യേണ്ടി വരും. എനർജി അവിടെ വേസ്റ്റ് ചെയ്യപ്പെടുന്നു അവിടെ ടൈമും നമുക്ക് വേസ്റ്റ് ചെയ്യപ്പെടേണ്ടി വരും. അപ്പോൾ ഇത് രണ്ട് സയാമീസ് ട്വിൻസ് പോലാണിത്, ഒരുപോലാണ് സഞ്ചരിക്കുന്നത് എവിടെ പോയാലും. കാരണം നമ്മളെവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നു അല്ലെ വേസ്റ്റ് ചെയ്യുന്നു അവിടെ നമുക്ക് എനർജിയും സ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് വേസ്റ്റ് ചെയ്യുകയോ ചെയ്യേണ്ടി വരും. ഇത് രണ്ടും രണ്ടായിരിക്കാം. ഏത് സ്പെൻഡിങ്ങും വേസ്റ്റിങ്ങും. സ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ടൈം യൂട്ടിലൈസ് ചെയ്യാം നമ്മുടെ ബെറ്ററായിട്ടുള്ള റിസൾട്ട്സിന് വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാല്യൂ ക്രിയേഷന് വേണ്ടി
നമ്മുടെ ടൈം നമ്മുടെ സ്വന്തമാണല്ലോ. അത് നമ്മൾക്ക് വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും അതിനോട് ഒത്തുള്ള എനർജിയും ബെറ്റർ റിസൾട്ട്സിന് വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വേസ്റ്റ് ചെയ്യുന്ന എപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് അല്ലെങ്കിൽ ഒരു റിസൾട്ടും കിട്ടാതെ വരുമ്പോഴാണ് വേസ്റ്റ്ഫുൾ ടൈം അല്ലെങ്കിൽ വേസ്റ്റ്ഫുൾ എനർജി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ടൈം വേസ്റ്റായിപ്പോയി എന്നുവെച്ചാൽ ഒന്നും നമുക്ക് കിട്ടില്ല, നിൽ, റിസൾട്ട് ഈസ് നിൽ. അല്ലെങ്കിൽ ഇത് സീറോ സം ഗെയിമാണ്, ഇല്ല, അവസാനം നമുക്ക് കിട്ടുന്നത് സീറോ ആയിരിക്കും നമുക്ക്. അപ്പോൾ അവിടെയാണ് നമ്മൾ ടൈം വേസ്റ്റ് ആക്കുന്നത്, അവിടെയാണ് നമ്മൾ ടൈം എനർജി വേസ്റ്റ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈമും എനർജിയും വേസ്റ്റ് ആകും. നമ്മളിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈമും എനർജിയും നമ്മുടെ ലൈഫിൻ്റെ മെച്ചപ്പെടുത്തലിന് വേണ്ടി, ടു ബെറ്റർ അവർ ലൈഫ്സ്, നമ്മുടെ ലൈഫിനെ, നമ്മുടെ ജീവിതത്തെ ബെറ്റർ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നല്ല മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ടൈമും എനർജിയെയും യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. ഓപ്റ്റിമലായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് ടൈമും എനർജിയും അവൈലബിൾ ആകണമെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ഫോക്കസിങ് ഓൺ അതർ പീപ്പിൾ, സ്റ്റാർട്ട് ഫോക്കസിങ് ഓൺ അവർ ലൈഫ്, സ്റ്റാർട്ട് ഫോക്കസിങ് ഓൺ അവർ ഗോൾസ്. നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ലക്ഷ്യത്തെയും നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഫോക്കസിങ് ഓൺ അവർ ലൈഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫോക്കസിങ് ഓൺ അതർ പീപ്പിൾ ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ്, ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണത്. അതിനകത്ത് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. കാരണം അത് നമ്മുടെ ടൈമും എനർജിയും എന്ന് പറഞ്ഞ് നമ്മൾ വളരെ എന്താണ് പറയുന്നത്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ ഫെലോ ഹ്യൂമൻ ബീയിങ്സിന് നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് വേണ്ടി വരുമ്പോൾ നമ്മളവരെ ഹെൽപ്പ് ചെയ്യുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്. മറിച്ച് ഒരു പ്രയോജനമില്ലാത്ത രീതിയിൽ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അത് പല രീതിയിൽ നടക്കുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് റിട്ടേൺ ഒന്നും കിട്ടത്തില്ല. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാൽ നമ്മുടെ ടൈമും എനർജിയാണ്. പക്ഷേ നമുക്ക് റിട്ടേൺ കിട്ടുന്നത് നില്ലായിരിക്കും, നിൽ റിട്ടേൺ, എപ്പോഴേ നമ്മൾ മറ്റുള്ളവരിൽ ഫോക്കസ് ചെയ്യുമ്പോൾ. പക്ഷേ നമ്മുടെ ടൈമും നമ്മുടെ എനർജിയും നമ്മൾ ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ ലൈഫിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാർ, നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ബെനഫിറ്റ്, റിസൾട്ട്സ് ഉണ്ടാകും നമുക്ക്. അത് നമ്മുടെ ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ബെറ്റർ ആയിട്ടുള്ള ചേഞ്ചസ്, നമ്മുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് വി ക്യാൻ മൂവ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ, നമുക്ക് റൈറ്റ് ചോയ്സസ് എടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ റൈറ്റ് ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിലെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. കാരണം നമ്മുടെ ടൈമും എനർജിയെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പാഴാക്കി കളയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ലൈഫിനെ കെയർ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതായിരിക്കും. ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒന്നും ഗെയിൻ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള റിയലൈസേഷൻ വരികയും അത് നമുക്ക് റിഗ്രറ്റ് ഉണ്ടാക്കി തരികയും ചെയ്യും. ഡിസപ്പോയിൻമെൻറ്റ്, റിഗ്രറ്റൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ റിഗ്രറ്റ്ഫുൾ ആകാതിരിക്കാൻ വേണ്ടി, ഡിസപ്പോയിൻറ്റഡ് ആകാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും യു ഷുഡ് സ്റ്റാർട്ട് ഫോക്കസിങ് ഓൺ യുവർ ലൈഫ് അൺകോംപ്രമൈസിംഗ്ലി. ഒരു കോംപ്രമൈസും ഇല്ലാതെ നമ്മുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുക, നമ്മുടെ ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. മറ്റുള്ളവരുടെ ലൈഫ് അവരുടെ ഉത്തരവാദിത്തമാണ്. അവരവരുടെ ലൈഫിൽ ഫോക്കസ് ചെയ്തിട്ട് അവരെന്ത് പറയുന്നോ, എന്ത് ചെയ്യുന്നോ, എങ്ങനെ ജീവിക്കുന്നോ എന്നുള്ളതൊന്നും നമ്മുടെ വിഷയമാകരുത്. അണ്ടിൽ ആൻഡ് അൺലെസ് നമ്മുടെ ലൈഫിനെ അവരുടെ പ്രവർത്തികൾ ബാധിക്കാതിരിക്കുന്നിടത്തോളം കാലം. അപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള കടന്നുകയറ്റം മറ്റുള്ളവരുടെ ജീവിതം കാരണമാകുകയാണെങ്കിൽ നമ്മൾ അന്നേരം അതിനെ അഡ്രസ്സ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഈ ഫോക്കസ് ചെയ്യുന്നതിന് തുല്യമല്ലെന്ന് പറഞ്ഞാൽ അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ല നമ്മൾ 24 മണിക്കൂറും 24/7 മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ എപ്പോഴും കൺസേൺഡാണ്. അവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, അവരെന്തായിരിക്കും നമ്മളെക്കുറിച്ച് പറയുന്നത്, നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായിരിക്കും, നമ്മളെക്കുറിച്ചുള്ള ജഡ്ജ്മെൻറ്റ് എങ്ങനെയായിരിക്കും, നമ്മൾ പറയുന്നത് അവർക്ക് ഇഷ്ടമായിരിക്കുമോ, നമ്മൾ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമായിരിക്കുമോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കൺസേൺ, ബോധറേഷൻ എല്ലാവർക്കും ഉണ്ട്, ഒട്ടുമിക്ക എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഫോക്കസിങ് ഓൺ അതർ പീപ്പിൾ എന്ന് പറഞ്ഞാൽ. സോ ജസ്റ്റ് ഡോണ്ട് മൈൻഡ് അതർ പീപ്പിൾ. നമ്മൾ മറ്റുള്ളവർക്ക്
ഇഞ്ചുറി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നിടത്തോളം കാലം വി ഡോണ്ട് ഹാവ് ടു മൈൻഡ് അതർ പീപ്പിൾ, മൈൻഡ് അവർ ഓൺ ബിസിനസ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ലൈഫിൻ്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഫിലോസഫി എന്ന് പറഞ്ഞാൽ. ഏത്? മൈൻഡിങ് അവർ ഓൺ ബിസിനസ്. നമ്മളുടെ കാര്യം നമ്മൾ നോക്കുക. ഡോണ്ട് മൈൻഡ് അതർ പീപ്പിൾസ് ബിസിനസ്. ഈസ് ദെയർ ബിസിനസ് ടു മൈൻഡ് ദെയർ ബിസിനസ്. മനസ്സിലായല്ലോ? സോ വെൻ വി ആർ മൈൻഡിങ് അതർ പീപ്പിൾസ് ബിസിനസ് ഈസ് ജസ്റ്റ് ലൈക്ക് ഫോക്കസിങ് ഓൺ അതർ പീപ്പിൾ ആൻഡ് ഇറ്റ് ഈസ് അഗെയിൻ ലൈക്ക് വേസ്റ്റിംഗ് അവർ പ്രഷ്യസ് ടൈം ആൻഡ് എനർജി. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈമും എനർജിയും മറ്റുള്ളവർക്ക് വേണ്ടി എന്നല്ല, മറ്റുള്ളവരുടെ ലൈഫിനെക്കുറിച്ച് നമ്മൾ ഓർത്ത് നമ്മളുടെ ലൈഫിനെക്കുറിച്ച് നമ്മൾ കൺസേൺഡ് ആകാതെ, നമ്മുടെ ലൈഫിനെക്കുറിച്ച് നമ്മൾ സീരിയസ് ആകാതെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ ഇമ്പോർട്ടൻസിനെ നമ്മൾ മറന്ന് നെഗ്ലക്റ്റ് ചെയ്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഡിസ്സർവീസാണ് നമ്മളോട് ചെയ്യുന്നത്. കാരണം നമുക്കൊത്തിരി നഷ്ടങ്ങൾ ജീവിതത്തിൽ അത് ഉണ്ടാക്കി വെക്കും. നമുക്ക് സക്സസ്ഫുൾ ആകാൻ സാധിക്കത്തില്ല ഒരു രീതിയിലും വെൻ വി ആർ ഫോക്കസിങ് ഓൺ അതർ പീപ്പിൾ, അല്ലെങ്കിൽ വെൻ വി ആർ കൺസേൺ വിത്ത് അതർ പീപ്പിൾ. കൺസേൺ ബൈ എന്ന് വേണമെങ്കിലും പറയാം. മറ്റുള്ളവരെക്കുറിച്ച് നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഒപ്പീനിയൻസ്, ബിക്കോസ് വി ആർ ട്രൈങ് ടു പ്ലീസ് ദോസ് പീപ്പിൾ. നമ്മളവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ അതൊരു നെഗറ്റീവ് ക്വാളിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കവരെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ല. യു ഹാവ് ടു പ്ലീസ് യുവർ സെൽഫ്. നമുക്ക് നമ്മളെ പ്ലീസ് ചെയ്താൽ മതി. മറ്റുള്ളവരെ പ്ലീസ് ചെയ്യേണ്ട അല്ലെങ്കിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യം നമുക്കില്ല. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യം വരുമ്പോഴാണ് നമുക്ക് അവരിൽ ഫോക്കസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോഴാണ് നമ്മുടെ ടൈമും എനർജിയും നമുക്ക് വേസ്റ്റ് ചെയ്യപ്പെടേണ്ടി വരുന്നത്. അത് നമ്മുടെ ലൈഫിൽ ഡ്രെയിൻ ഉണ്ടാക്കും, നമ്മുടെ എനർജിയും ടൈമും. അതുപോലെ നമുക്ക് പിന്നീടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോഴേക്കും നമ്മുടെ ലൈഫ് ഒരു പരുവത്തിലായി തീരും. കാരണം നമ്മുടെ ഗോൾസ്, ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാതെ വരും നമുക്ക്. അപ്പം നമുക്ക് ഒരു റിഗ്രറ്റ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യേണ്ടി വരും, ഡിസപ്പോയിൻറ്റഡ് ലൈഫ് ലീഡ് ചെയ്യേണ്ടി വരും. നമുക്കൊത്തിരി എന്താണ് പറയുന്നത്, ഡെസ്പറേഷൻ ഉണ്ടാകും. ഡിസ്പറേഷൻ അതുപോലുള്ള മാനസിക പ്രശ്നങ്ങൾ നമുക്കുണ്ടാക്കും. കാരണം നമ്മൾ ഒത്തിരി അവസരങ്ങൾ നഷ്ടപ്പെടുത്തി. ബിക്കോസ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഫോക്കസ്ഡ് അല്ലായിരുന്നു, നമ്മൾ കോൺസെൻട്രേറ്റഡ് അല്ലായിരുന്നു. വി ഡിഡ് നോട്ട് അറ്റൻഡ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല. നമ്മുടെ അറ്റൻഷൻ മൊത്തം മറ്റുള്ള ബാഹ്യമായിട്ടുള്ള ആൾക്കാരിലും ബാഹ്യമായിട്ടുള്ള കണ്ടീഷനിലൊക്കെ ആയിരുന്നു. മനസ്സിലല്ലോ? അവിടെ എന്ത് സംഭവിക്കുന്നു, ഇവിടെ എന്ത് സംഭവിക്കുന്നു, അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, എന്താണ് ഇങ്ങനെ എന്നൊക്കെയുള്ള മറ്റുള്ളവരെക്കുറിച്ചുള്ള ആദ്യം കൺസേൺസും ബോധേഡായിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ ലീഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വി ഡോണ്ട് ഗെറ്റ് ടൈം ഇനഫ് ടു ഫോക്കസ് ഓൺ അസ്. സോ പ്ലീസ് സ്റ്റോപ്പ് ഫോക്കസിങ് ഓൺ അതർ പീപ്പിൾ. സ്റ്റാർട്ട് ഫോക്കസിങ് ഓൺ യുവർ ലൈഫ്. സ്റ്റാർട്ട് ഫോക്കസിങ് ഓൺ യുവർ ഗോൾസ്. then only you can be successful in any manner. ഏത് രീതിയിലും നമുക്ക് സക്സസ്ഫുൾ ആകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഫിലോസഫി നമ്മൾ മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ദാറ്റ് ബിക്കംസ് പോസിബിൾ. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ രണ്ട് സൈഡാണ്, 2 സെക്ടേഴ്സ് അല്ലെങ്കിൽ 2 സൈഡ്സ്. ഒന്ന് പോസിറ്റീവ് സൈഡ്, ഒന്ന് നെഗറ്റീവ് സൈഡ്. അപ്പോൾ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ വി ആർ ഫോക്കസിങ് ഓൺ അവർ ലൈഫ്, വി ആർ ഫോക്കസിങ് ഓൺ അവർ ഗോൾ. നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസിങ് ഓൺ അതർ പീപ്പിൾ. ഫോക്കസിങ് ഓൺ അതർ പീപ്പിൾ എന്ന് പറഞ്ഞാൽ അത് എന്തും ആകാതെ, എന്നുവെച്ചാൽ നമ്മുടെ ലൈഫിനെ ഫോക്കസ് ചെയ്യാത്ത എന്തും ഫോക്കസിങ് ഓൺ അതർ പീപ്പിളാണ്. അപ്പോൾ അതർ പീപ്പിൾ എന്ന് മാത്രമല്ല, മറ്റ് ബാഹ്യമായിട്ടുള്ള കണ്ടീഷൻസിലെല്ലാം തന്നെ നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് ഇൻ്റർഫിയർ ചെയ്യുക. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമ്മൾ ഇൻ്റർഫിയർ ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇൻ്റർഫിയർ ചെയ്യാം. മെൻ്റലി നമുക്ക് ഇൻ്റർഫിയർ ചെയ്യാം, ഫിസിക്കലി ഡയറക്റ്റ്ലി നമുക്ക് ഇൻ്റർഫിയർ ചെയ്യാം, ഇൻവോൾവ് ചെയ്യാം. സോ ദോസ് തിങ്സ് ആർ ഓൾ ടുഗദർ നമ്മൾ മറ്റുള്ളവരിൽ ഫോക്കസ് ചെയ്യുന്നത് തുല്യമാണ്. സോ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ വേസ്റ്റിംഗ് ഓഫ് അവർ ടൈം ആൻഡ് എനർജി. ടൈം ആൻഡ് എനർജി ആർ പ്രഷ്യസ് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ടൈം ലോസ്റ്റ് ഈസ് ലോസ് ഫോർ എവർ, എനർജി ലോസ്റ്റ് ഈസ് ലോസ് ഫോർ എവർ. വി കനോട്ട് റിഗെയിൻ ദോസ് തിങ്സ് ബാക്ക്. ഇല്ല നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയി കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, ബിക്കോസ് വി കനോട്ട് ടേക്ക് ബാക്ക് യെസ്റ്റർഡേ. ഇന്നലെ കഴിഞ്ഞ് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കത്തില്ല, ടൈം ആയാലും എനർജി ആയാലും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ബി കോഷ്യസ്, ബി കെയർഫുൾ അബൌട്ട് ദ റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലെങ്കിൽ ദിസ് സൈഡ്, ദ പോസിറ്റീവ് സൈഡ്. ആൻഡ് ഓൾസോ ബി കോഷ്യസ് അബൌട്ട് the left hand side also. So don't focus on that side, don't focus your attention, don't focus your time, energy
etc., on the life of other people, what they do, what they say, what they are going to say, what they are going to do, അവരുടെ ലൈഫിലെ കാര്യങ്ങൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. because you have enough to focus on your life. So be careful about that. So focus on your life, focus on your goal. Don't focus on other people, don't focus on this negative aspect, negative people, because all these things are outside us. Until and unless we have to do some kind of help, because these people are human beings. Some people need some kind of help ഇല്ലേ? അപ്പോൾ നമ്മൾ സഹായിക്കുക, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ സഹായിക്കുക എന്നുള്ളത് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് കേസ്, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. ബട്ട് ഫോക്കസിങ് ഓൺ അതർ പീപ്പിൾ ഈസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. ദാറ്റ്സ് എ നെഗറ്റീവ് ക്വാളിറ്റി. സോ അത് ഒഴിവാക്കുക. നമ്മൾ അത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ഒരു നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ്. അത് ഒഴിവാക്കേണ്ട ഒരു ബിഹേവിയർ അങ്ങനെയുള്ളൊരു ബിഹേവിയർ നമുക്കുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക. പിന്നെ ഈ ഒരു വശത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുക, ഈ വശത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ബിക്കോസ് അവർ ലൈഫ് ഈസ് പ്രൈമറി, അവർ ലൈഫ് ഈസ് ഇമ്പോർട്ടൻറ്റ്, അവർ ലൈഫ് ഈസ് ഇറ്റ് ഷുഡ് ബി ടേക്കൺ വെരി സീരിയസ്ലി. അതിനെ വളരെ സീരിയസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. എന്നാൽ മാത്രമേ ലൈഫിൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ലൈഫിൻ്റെ റിസൾട്ട് എന്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കത്തുള്ളൂ. നമ്മൾ നമ്മുടെ ലൈഫിനെ ബെറ്ററായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഗിവ് ദാറ്റ് കൈൻഡ് ഓഫ് റിസൾട്ട്സ്. നമ്മുടെ ലൈഫിനെ മോശമായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാണ് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ നീഡ്സ്, നമ്മുടെ വാണ്ട്സ് എന്നൊക്കെ പറയുന്ന നമ്മുടെ റിക്വയർമെൻറ്റ്സ്, നമ്മുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ലൈഫിലെ അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലും മറ്റുള്ള വ്യക്തികളിലും നമ്മുടെ ടൈമും എനർജി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈഫിൽ നിന്ന് കിട്ടുന്ന റിട്ടേണും അതുപോലെ സബ്സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഒരു ടൈം ഫ്രെയിം, ഒരു ത്രഷോൾഡ് കഴിഞ്ഞ് പിന്നെ നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. സോ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ടു ബി സക്സസ്ഫുൾ സ്റ്റാർട്ട് ഫോക്കസിങ് ഓൺ യുവർ ലൈഫ്, സ്റ്റാർട്ട് ഫോക്കസിങ് ഓൺ യുവർ ഗോൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോൾ എന്ന് പറഞ്ഞാൽ ലെജിറ്റിമേറ്റ് ആയിരിക്കണം, ലീഗൽ ആയിരിക്കണം, മോറലി കറക്റ്റ് ആയിരിക്കണം, മോറലി റൈറ്റ് ആയിരിക്കണം, ജെന്യുവൻ ആയിരിക്കണം, ഒത്തൻറ്റിക് ആയിരിക്കണം, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. അല്ല ഇല്ലീഗലായിട്ടോ അല്ലെങ്കിൽ ഇമോറലായിട്ടോ ഉള്ള ഗോൾസിനെ കുറിച്ചല്ല പറയുന്നത്. അതും ഗോൾസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അങ്ങനെയുള്ള ലക്ഷ്യങ്ങളുള്ള മനുഷ്യരുണ്ട്. മറ്റുള്ളവരെ ചീറ്റ് ചെയ്യുക, ഡിസോണസ്റ്റ് പ്രാക്ടീസിൽ ഏർപ്പെടുക, ഇല്ലേ, ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക, അതെല്ലാം ഗോൾസാണ് അവരുടെ. പക്ഷേ നമ്മൾ പറയുന്ന ഗോൾസ് അതല്ല. നമ്മൾ പറയുന്ന ഗോൾസ് വളരെ നല്ല ലക്ഷ്യങ്ങളെക്കുറിച്ചാണ്, ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നേടിയെടുക്കുന്ന ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കുമ്പോൾ ഫോക്കസ് ഷുഡ് ബി ഓൺ അവർ ഓൺ ലൈഫ് എന്നാണ് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയാനുള്ളത്. അത് കൃത്യമായി നമ്മൾ പാലിക്കുകയാണെങ്കിൽ ലൈഫിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.